ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 3 മെട്രിസസ്. അപ്പോൾ മെട്രിസസ് എന്ന ചാപ്റ്ററിലാണ് രണ്ടാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു M/N മെട്രിക്സിന്റെ ജനറൽ ഫോം ആണ്. M/N മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൽ M റോസും N കോളംസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? N എലമെന്റ്സ് ആണ് ഉണ്ടാവുക. നമുക്കറിയാം, ഒരു മെട്രിക്സ് എപ്പോഴും നമ്മൾ എഴുതുന്നത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തായിട്ടാണ്. അതുപോലെ തന്നെ ആദ്യം തന്നെ 2 സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുക. ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തായിട്ട് നമുക്ക് എലമെന്റ്സിനെ എഴുതാം. ഇപ്പം ഇവിടെ റോസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് R1, R2, R3. നമുക്കറിയാം മാക്സിമം എത്ര റോസ് ആണ് ഉണ്ടാവുക? M റോസ് ആണ് ഉണ്ടാവുക. അതായത് R1, R2, R3 എക്സെട്ര ടു RM. അതുപോലെ തന്നെ കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് C1, C2, അതുപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് കോളംസ് വരുന്നത് N ആണ്. അതായത് C1, C2, C3 എക്സെട്ര ടു CN. ഇനി നമുക്ക് ഈ മെട്രിക്സിലെ എലമെന്റ്സിനെ അടയാളപ്പെടുത്താം, അല്ലെങ്കിൽ ആ എലമെന്റ്സിനെ നമുക്ക് എഴുതാം. R1 എന്ന് പറയുന്ന റോയിലെ C1 കോളത്തിൽ എലമെന്റ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? അതായത് ഈ മെട്രിക്സിന്റെ അകത്തുള്ള എലമെന്റ്സ് നമ്മൾ A വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്ന എൻട്രി നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? A11, അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ എലമെന്റ്. അതുപോലെ R1 എന്ന റോയിലെ C2 എലമെന്റ്, അതായത് സെക്കൻഡ് കോളത്തിൽ എലമെന്റ് എങ്ങനെയാണ് വരുന്നത്? A12. അതുപോലെ R1 എന്ന റോയിലെ തേർഡ് കോളത്തിൻ്റെ എലമെന്റ് എങ്ങനെയാണ് വരുന്നത്? A13. നമുക്കറിയാം, സബ്സ്ക്രിപ്റ്റിൽ ആദ്യം വരുന്നത് എന്ന് പറയുന്നത് റോയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, രണ്ടാമത് വരുന്നത് കോളത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ A1 എന്ന് പറയുന്നതെല്ലാം ഇതെല്ലാം R1 റോയിലെ എലമെന്റ്സ് ആണ്. അതുകൊണ്ടാണ് A11, A12, A13 എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും അവസാനത്തെ കോളമാണ് CN എന്ന് പറയുന്ന കോളം. അതായത് ഫസ്റ്റ് റോയിലെ CNth കോളത്തിൽ എലമെന്റ് വരുന്നത് എങ്ങനെയായിരിക്കും? A1N. മനസ്സിലായല്ലോ? ഇനി അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് റോയിലെ എലമെന്റ്സ് എഴുതാം. അപ്പോൾ സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ A2 എന്നാണ് വരേണ്ടത്. അതായത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A21, സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിൽ എലമെന്റ് A22, സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിൽ എലമെന്റ് A23 എക്സെട്ര ടു സെക്കൻഡ് റോയിലെ ഏറ്റവും അവസാനത്തെ കോളത്തിൽ എലമെന്റ്, അതായത് CN കോളത്തിൽ എലമെന്റ് എന്ന് പറയുമ്പോൾ A2N. ഇനി അടുത്തതായിട്ട് തേർഡ് റോയിലെ എലമെന്റ്സിന് നമുക്ക് ഫില്ല് ചെയ്യും. അതായത് തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A31, തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് A32, തേർഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് A33 എക്സെട്ര ടു തേർഡ് റോയിലെ ലാസ്റ്റ് കോളത്തിലെ എലമെന്റ് A3N. മനസ്സിലായല്ലോ? ഇതുപോലെ ഇവിടെ എല്ലാം എലമെന്റ്സും ഉണ്ടാവും. ഏറ്റവും അവസാനം വരുന്ന റോയാണ് RM എന്ന് പറയുന്ന റോ. ഇനി ഈ RM എന്ന് പറയുന്ന റോയിലെ എലമെന്റ്സ് നമുക്ക് ഫില്ല് ചെയ്യാം. RM എന്ന റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് AM1, RM റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് AM2, RM റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് AM3 എക്സെട്ര ലാസ്റ്റ് കോളത്തിലെ എലമെന്റ് AMN. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ R1, R2, R3 എക്സെട്ര ടു RM എന്ന് പറയുന്ന റോസിലെ എലമെന്റ്സ് ആണ് ഫില്ല് ചെയ്തത്. ഈ ഒരു റോയിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു റോ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ RI എന്ന് പറയുന്ന ഒരു റോ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ RI എന്ന് പറയുന്ന ഈ റോയിൽ വരുന്ന എലമെന്റ്സ് എങ്ങനെയാണ് നമുക്ക് എഴുതാം? RI എന്ന് പറയുന്ന റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് വരുന്നത് AI1, ith റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് AI2, ith റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് AI3 എക്സെട്ര ടു ith റോയിലെ ലാസ്റ്റ് കോളത്തിലെ എലമെന്റ് AIN. മനസ്സിലായല്ലോ? അതായത് ഇവിടെ I എന്ന് പറയുന്ന ഈ വാല്യൂ എപ്പോഴും ലൈ ചെയ്യുന്നത്, നമുക്കറിയാം റോ വരുന്നത് എങ്ങനെയാ? R1, R2, R3 എക്സെട്ര ടു RM. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്ത I എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും 1, അതുപോലെ തന്നെ M എന്ന് പറയുന്ന ഈ രണ്ട് വാല്യൂസിനും ഇടയിലായിട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ C1, C2, C3 എക്സെട്ര ടു CN എന്ന ഈ കോളം വാല്യൂസിന് ഇടയിലായിട്ടൊരു വേറൊരു കോളം നമുക്ക് കൺസിഡർ ചെയ്യാം. CJ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ CJ എന്ന് പറയുന്ന കോളത്തിലെ വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? അതായത് ഫസ്റ്റ് റോയിലെ CJth കോളത്തിലെ വാല്യൂ വരുന്നത് ഇങ്ങനെയാണ് A1J. അതുപോലെ സെക്കൻഡ് റോയിലെ CJ വാല്യൂ വരുന്നത് എങ്ങനെയായിരിക്കും? A2J. തേർഡ് റോയിലെ CJth വാല്യൂ വരുന്നത് Jth കോളത്തിലെ വാല്യൂ വരുന്നത് എങ്ങനെയായിരിക്കും? A3J. അതുപോലെ വാല്യൂസ് ഫില്ല് ചെയ്യുക. അതുപോലെ ലാസ്റ്റ് റോയിലെ Jth കോളത്തിലെ വാല്യൂ വരുന്നത് ഇങ്ങനെയായിരിക്കും AMJ.
ഈ ഒരു രീതിയിലാണ് ഒരു m by n മെട്രിക്സിന്റെ ജനറൽ ഫോർമാറ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത j എന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം കോളം വാല്യൂസ് വരുന്നത് C1, C2, C3 എക്സെട്ര ടു Cn. മാക്സിമം n കോളംസ് ആണ് ഉണ്ടാവുക. അതായത് ഇവിടെ എഴുതിയ ഈ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1നും അതുപോലെ തന്നെ n എന്ന് പറയുന്ന നമ്പറിനും ഇടയിലായിട്ടായിരിക്കും ജെയുടെ വാല്യൂ ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ? അതായത് m by n മെട്രിക്സിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. A equal to aij of m by n. അതായത് ഒരു m by n മെട്രിക്സ് ആണ്, അതിലെ എലമെന്റ്സ് ആണ് ഇവിടെ aij എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. I എന്ന് പറയുന്നത് നമ്മുടെ റോയെ റെപ്രസെന്റ് ചെയ്യുന്നു, j എന്ന് പറയുന്നത് കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 less than or equal to I less than or equal to a. ഞാൻ പറഞ്ഞു ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 less than or equal to I less than or equal to m ആണ്. അതുപോലെ j എന്ന് പറയുന്നത് കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതായത് 1 less than or equal to j less than or equal to n. മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് n ആണ്, അതായത് ജെയുടെ വാല്യൂ 1നും n-നും ഇടയിലാണ് ലൈ ചെയ്യുന്നത്. where I, j that is belongs to n. ക്ലിയർ ആയല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഒരു m by n മെട്രിക്സ് എഴുതുന്നത്, അതുപോലെ m by n മെട്രിക്സിന്റെ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് മനസ്സിലായല്ലോ? അതായത് ഇവിടെ നമ്മൾ എഴുതിയ a11, a12, a13 എന്ന് പറഞ്ഞ എല്ലാ എൻട്രീസിനും കോമൺ ആയിട്ടാണ് ഇവിടെ ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ aij എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? I എന്ന് പറയുന്നത് റോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, j എന്ന് പറയുന്നത് കോളത്തിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻ ജനറൽ aij ഈസ് എൻ എലമെന്റ് ലൈയിങ് ഇൻ ith റോ ആൻഡ് jth കോളം. അതായത് ഇവിടെ നോക്കുക, aij എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് ith റോയിലും jth കോളത്തിലും എലമെന്റ് ആണ് aij എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലമെന്റിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം ijth എലമെന്റ് ഓഫ് a. അതായത് ഈ ഒരു മെട്രിക്സിന്റെ ijth എലമെന്റ് ആണ് aij എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ റിപ്രസെന്റ് ചെയ്ത m by n മെട്രിക്സിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് m into n-ന് ഈക്വൽ ആയിരിക്കും. ഈ കാര്യമാണ് ഇവിടെ താഴെ ചെയ്തിരിക്കുന്നത്. വി ക്യാൻ ഓൾസോ റെപ്രസെന്റ് എനി പോയിന്റ് xy ഇൻ എ പ്ലെയിൻ ബൈ എ മെട്രിക്സ്. അതായത് ഒരു പ്ലെയിനിലുള്ള xy എന്ന പോയിന്റിനെ നമുക്ക് മെട്രിക്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. കോളമായിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ റോ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ xy എന്ന പോയിന്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, xy അതായത് കോളം വൈസ് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ റോ വൈസ് x, y ഇങ്ങനെയും നമുക്ക് എഴുതാം. ഉദാഹരണമായിട്ട് P01, അതായത് ഈ ഒരു പോയിന്റിനെ നമുക്ക് മെട്രിക്സ് ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് P equal 01 എന്ന് കോളമായിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ റോ വൈസ് 01 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ ഒരു റെപ്രസെന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കോമാസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, എലമെന്റ്സിനെ മാത്രം ജസ്റ്റ് എടുത്ത് എഴുതുക. അതുപോലെ തന്നെ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ABCD 4 സൈഡുള്ളൊരു ക്വാഡ്രിലാറ്ററൽ ABCD. For example, consider a quadrilateral ABCD with the vertices A 10, B 3,2, C 1,3, D -1,2. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. മെട്രിക്സ് ഫോർമാറ്റിൽ ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് നോക്കാം. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ABCD 10, അതായത് ഇവിടെ A എന്ന് പറയുന്ന പോയിന്റ് ആണ് 10, ബിയുടെ പോയിന്റ് 32, സിയുടെ പോയിന്റ് 13, ഡിയുടെ പോയിന്റ് -12. അതായത് ഒരു 2/4 മെട്രിക്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ റോ വൈസും റെപ്രസെന്റ് ചെയ്യാം. എ എന്ന് പറയുമ്പോൾ 10, ബി 32, സി 13, ഡി -12. അതായത് ഒരു 4/2 മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഈ റെപ്രസെന്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എ എന്ന് പറയുന്ന പോയിന്റ് ആണ് 10, ബിയുടെ പോയിന്റ് ആണ് 32, സിയുടെ പോയിന്റ് ആണ് 13, ഡിയുടെ പോയിന്റ് ആണ് -12. ഈ ഒരു മെട്രിക്സിന് കോമൺ ആയിട്ട് എക്സ് എന്ന് പറയുന്ന നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ 1. Consider the following information regarding the number of men and women workers in 3 factories 1, 2 and 3. അതായത് മെൻ വർക്കേഴ്സിൻ്റെ വുമൻ വർക്കേഴ്സിൻ്റെയും 3 ഫാക്ടറീസിലുള്ള നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന മെൻ വർക്കേഴ്സ് 30, വിമൻ വർക്കേഴ്സ് 25, സെക്കൻഡ് ഫാക്ടറിയിൽ 25, അതുപോലെ വുമൻ വർക്കേഴ്സ് 31, അതുപോലെ തേർഡ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന മെൻ വർക്കേഴ്സ് 27, വുമൻ വർക്കേഴ്സ് 26. Represent the above information in the form of a 3/2 matrix. What is the entry in the third row and second column represent? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ മുകളിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഒരു 3/2 മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത മെട്രിക്സിലെ തേർഡ് റോയും സെക്കൻഡ് കോളും എന്താണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റെപ്രസെന്റ് ചെയ്യാം. 3/2 മെട്രിക്സ് ആയിട്ടാണ് നമുക്കിത് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതായത് 3 റോസും
2 കോളംസ് ആയിട്ടാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ A ഈക്വൽ ടു 30, 25, 25, 31, 27, 26. ഈസി അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ഈ ഇൻഫോർമേഷനിൽ തന്നെ നമ്മൾ 3/2 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതിലെ തേർഡ് റോയും സെക്കൻഡ് കോളവും എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുക? തേർഡ് റോ എന്ന് പറയുന്നത് ഇതാണ്, സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ തേർഡ് റോയും സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂ 26 ആണ്. 26 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വുമൺ വർക്കേഴ്സ് ഇൻ ഫാക്ടറി തേർഡ്. മനസ്സിലായോ? ദ എൻട്രി ഇൻ തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് വുമൺ വർക്കേഴ്സ് ഇൻ ഫാക്ടറി 3. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 2. ഇഫ് എ മെട്രിക്സ് ഹാസ് 8 elements, what are the possible orders it can have? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഒരു മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എഴുതുന്നത് എപ്പോഴും m/n എന്നാണ്. ഇഫ് വി നോ ദാറ്റ് if a matrix is of order m/n, it has mn elements. അതായത് m/n ഓർഡർ ആയിട്ട് വരുന്ന ഒരു മെട്രിക്സിൽ mn എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതായത് ഈ മെട്രിക്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 8 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. അതായത് ഓർഡർ നമുക്കറിയാമെങ്കിൽ ഓർഡറിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലഭിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 8 ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അങ്ങനെയെങ്കിൽ ആ മെട്രിക്സിന് വരാവുന്ന പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ആൻസർ ആയിട്ട് വരുന്ന ഏതൊക്കെ കോമ്പിനേഷനുള്ള നമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് നോക്കാം. അതായത് 1 into 8 ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് പറയുന്ന ആൻസർ ലഭിക്കും. അതായത് ഇനി 2 വെച്ച് ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ 2 into 4 ചെയ്യുമ്പോൾ നമുക്ക് 8 ലഭിക്കും. അതായത് 8 ഈക്വൽ ടു 2 into 4. 3 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു വേറെ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ലഭിക്കുമോ? ഇല്ല. അതുകൊണ്ട് 3 എന്ന് പറയുന്ന ഒരു നമ്പർ ഒരിക്കലും നമ്പർ ഓഫ് റോസിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് 4 എന്ന് പറയുന്ന നമ്പർ എടുത്താൽ 4 into 2 ചെയ്യുമ്പോൾ നമുക്ക് 8 ലഭിക്കും. അതുപോലെ 5, 6, 7 ഈ ഒരു നമ്പേഴ്സിലൊന്നും നമുക്ക് 8 ആൻസർ ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ ലഭിക്കില്ല. വീണ്ടും 8 വരുമ്പോൾ 8 into 1 ചെയ്യുമ്പോൾ നമുക്ക് 8 ലഭിക്കും. അതായത് ഈ ഒരു കോമ്പിനേഷനിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് 8 എന്ന് പറയുന്ന ആൻസർ ലഭിക്കുന്നത്, അല്ലേ? 1 into 8 equal to 8, 2 into 4 equal to 8, 4 into 2 equal to 8, 8 into 1 equal to 8. അപ്പോൾ പോസിബിൾ ഓർഡേഴ്സ് നമുക്ക് ലഭിച്ചില്ലേ? അതായത് ഈ ഒരു നമ്പേഴ്സിന് നമുക്ക് നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ലഭിക്കുമ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലഭിക്കുന്നുണ്ട്. അതായത് 8 ആൻസർ ആയിട്ട് വരുന്ന കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം. അപ്പം അതുകൊണ്ട് പോസിബിൾ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: 1, 8, 8, 1, 4, 2, 2, 4. അപ്പം അങ്ങനെയെങ്കിൽ ഈ മെട്രിക്സിന് വരാവുന്ന പോസിബിൾ ഓർഡേഴ്സ് എന്തൊക്കെയാണ്? ഹെൻസ് പോസിബിൾ ഓർഡേഴ്സ് ആർ 1/8. അപ്പം ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ മാത്രം എഴുതിയാൽ പോരാ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? പോസിബിൾ ഓർഡേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ നമ്മളിപ്പോൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? m/n എന്ന രീതിയിലാണ് ഓർഡർ എഴുതുന്നത്, നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ എഴുതുക: ഹെൻസ് പോസിബിൾ ഓർഡേഴ്സ് ആർ 1/8, 8/1, 4/2, 2/4. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ്. ഇതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. താങ്ക്